ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു 4 മണി പലഹാരമായിട്ടാട്ടോ. ആവിയിൽ വേവിച്ചെടുത്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, 2 ടേബിൾ സ്പൂൺ പശുനെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് 2 കപ്പോളം റവ ഇട്ട് കൊടുക്കുക. ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളെ പശുനെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ. നല്ലൊരു സ്മെല്ല് വരില്ല, ആ ടൈം വരെ മൂപ്പിച്ചെടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഈവനിങ് സ്നാക്കിന്. നമുക്ക് രാവിലെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെ കേട്ടോ അത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. 2 ഏലക്ക കുത്തിയിട്ട് കൊടുക്കുക ഫ്ലേവറിന്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പൊടിയാണ് യൂസ് ചെയ്തത് മധുരത്തിന്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പഞ്ചസാര ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ, ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും വേണം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് തേങ്ങയാണ്. പിന്നെ നമുക്കൊരു പഴമാണ് വേണ്ടത്. ഞാനിപ്പോൾ റോബസ്റ്റ പഴം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ പാളങ്കോടൻ പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം നല്ല പഴുത്ത് എടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ റോബസ്റ്റ എടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇനി ആവിയിൽ വേവിച്ച് എടുക്കുക വേണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെ കേട്ടോ അത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ പോലെ തോന്നി, കുറച്ച് കൂടുതൽ പഴൻ്റെ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ കയ്യിൽ ഒരു പഴം ഉള്ളതിനും. അപ്പോൾ ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ ലൂസിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അട ഉണ്ടാക്കി എടുക്കുന്ന ഒരു പരുവത്ത് കിട്ടണം. ഇനി ഞാനിതാ ഓയിലാണ് ആവി കയറ്റി എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക, അതാണ് ടേസ്റ്റ് കേട്ടോ. ഇതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും വാഴൻ്റെ ഇലയിൽ. നമ്മളിത് ആവി കയറ്റി ഒരട പോലെ ഉണ്ടാകുക, കയറ്റി എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. ഞാനിപ്പോൾ ഫോയിലൊരു 6 അട കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാവ് വെച്ചിട്ട് ഞാനിതങ്ങനെ പരത്തി ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ആവി കയറ്റി എടുക്കുകയാണ്. ഞാനിപ്പോൾ ആവി കയറ്റിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അത്ര മതി, പെട്ടെന്ന് വന്ന് കിട്ടും കേട്ടോ. 10-12 മിനിറ്റ് കൊണ്ട് എനിക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ആവിയിൽ വേവിച്ച സ്നാക്കാട്ടോ. സ്വീറ്റ് ബനാന അടയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട്. ഈവനിങ് സ്നാക്കിനുണ്ട്, രാവിലെയൊക്കെ പറ്റിയ കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കമൻസൊക്കെ എഴുതി അറിയിക്കുക ഇഷ്ടപ്പെട്ട കേട്ടോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബൈ.